Hi everyone, this is Jabin Say from AXMR. Godzilla vs. Kong, The New Empire. ഈ ഒരു പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ആദ്യത്തെ ഗോഡ്സില്ല വിസസ് കോങ്ങിൻ്റെ ആ ഒരുമിച്ചുള്ള പടം നമ്മൾ കാണുകയാണെങ്കിൽ ഗോഡ്സില്ല എന്താണെന്നും അതേപോലെ കിങ് കോങ് എന്താണെന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് യൂണിവേഴ്സ് കാണേണ്ട വരും. നമ്മുടെ സ്കൾ ഐലൻഡ് എന്താണ്, അതേപോലെ നമ്മൾ ഗോഡ്സില്ലയുടെ കുറേ കാര്യങ്ങൾ എന്താണ് മൊണാർക്ക് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന് പറഞ്ഞ ഫസ്റ്റ് മൂവി നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ചാലാണ് നമുക്ക് ആ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ പടം, അതായത് ഈ ഇറങ്ങിയിരിക്കുന്ന ഗോഡ്സില്ല വേഴ്സസ് കോങ് ന്യൂ എംപയർ എന്ന് പറഞ്ഞ മൂവി ഒരു പുതിയ കാണി അല്ലെങ്കിൽ പുതിയൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ പോയി കണ്ടാൽ പോലും വലിയ ഒരു 90% നമുക്ക് പടം മനസ്സിലാവും. അതിൽ രണ്ടൂന്ന് സീക്വൻസ് അല്ലെങ്കിൽ രണ്ടൂന്ന് പേരുകൾ, രണ്ടൂന്ന് സ്ഥലങ്ങൾ, രണ്ടൂന്ന് സാധനങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഈ പഴയ പടങ്ങൾ കണ്ടാൽ മനസ്സിലാവാൻ ഉള്ള ചാൻസ് ഉള്ളത്. അതേപോലെ തന്നെ കുറച്ച് ഫിസിക്സ് അറിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ മാർവൽ ഫോളോ ചെയ്യുന്ന പോലെ കുറച്ചധികം ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രാവിറ്റി, ആൻറ്റി ഗ്രാവിറ്റി, അതേപോലെ ഹോളോ എർത്ത്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു പടത്തിലുണ്ട്. സോ ഫിസിക്സ് കുറച്ചൊക്കെ അറിയാമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടത്തിന് പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഇല്ല. നമ്മൾ ഈ പറഞ്ഞ ഫുൾ ക്രെഡിറ്റ്സ് കണ്ടിട്ട് ലാസ്റ്റ് WB വാർണർ ബ്രോസിൻ്റെ ഒരു ലോഗോ കാണിക്കും, സ്ക്രീൻ ഓഫ് ആവും. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ പറഞ്ഞ ക്രെഡിറ്റ്സ് പോകുന്നുണ്ട്. അത്രയും സമയം നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. സിനിമ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കാണിച്ചു തുടങ്ങുമ്പോൾ ഇറങ്ങാൻ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സിനും കാണിക്കുന്നില്ല. കാരണം ഞാൻ പോയി കണ്ടത് PVRലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ പോസ്റ്റ് ക്രെഡിറ്റ്സിനും ഉണ്ടെങ്കിൽ കാണിച്ചിരിക്കും. ബാക്കി നമ്മുടെ ഈ പറഞ്ഞ ചില തിയേറ്റേഴ്സിലൊക്കെ പോസ്റ്റ് ക്രെഡിറ്റ്സിന് കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ്സിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പോസ്റ്റ് ക്രെഡിറ്റ്സിന് വേഗം ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നപോലെ കാണിക്കും. ഇതിൽ അങ്ങനെയൊന്നുമില്ല. സോ വെറുതെ 5 മിനിറ്റ് വേസ്റ്റ് ചെയ്യേണ്ട. നിങ്ങളിപ്പോൾ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം. അവസാനത്തെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ കുറച്ചധികം അടിപൊളിയായിട്ടുള്ള ഷോർട്സുകളും അതേപോലെ നമുക്കിങ്ങനെ ഗൂസ് ബംസ് വരുന്ന അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഒരു ഇൻട്രാക്ഷനും, അതേപോലെ പഴയ ഒരു മൂവിലൊരു ക്യാരക്ടറൊക്കെ തിരിച്ചു വരികയും നമുക്ക് അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരാൾ തിരിച്ചു വരികയും ഗോഡ്സിലൊരു വേറെ ഫേസും നമ്മുടെ കിങ് കോങ്ങിൻ്റെ വേറെ ഫേസും, അങ്ങനെ കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ പറ്റും. ഓവറോൾ ഈ ഒരു പടത്തിന് ഒരു 7 റേറ്റിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു പടത്തിന് കൊടുക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ പടം ത്രൂ ഔട്ട് നമുക്കൊരു എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്യും. വലിയ ലാഗൊന്നുമില്ല. അതേപോലെ ചില സീക്വൻസിൽ ക്യാമറ ഇങ്ങനെ തിരിയുന്നുണ്ട്. തുടക്കം തന്നെ നമ്മൾ ഈ ക്യാമറകൾ ഇങ്ങനെ ഉൾട്ടായിട്ടിരുന്നിട്ട് ഇങ്ങനെ തിരിയുന്ന ഒരു ഷോട്ടുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ തല ഇങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ കറങ്ങുന്ന പോലൊരു ഫീല് എനിക്കുണ്ടായി പേഴ്സണലി. തിയേറ്ററിൽ പോയി ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരും. സോ ഫസ്റ്റായിട്ട് പോകുന്ന നിങ്ങളുടെ കൂട്ടുകാർ ഈ പറഞ്ഞ ഗോഡ്സില്ല വേഴ്സസ് കോങ് കണ്ടിട്ടില്ല, എന്താണ് ഗോഡ്സില്ല, എന്താണ് കോങ് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പടം കാണാം. നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ പോലെ ഫുൾ ഫ്ലെഡ്ജ് ഇരുന്ന് കാണണമെന്നില്ല. അതേപോലെ ആപ്പിൾ TVയിലെ മൊണാർക്ക് എന്ന് പറഞ്ഞ ആ ഒരു വെബ് സീരീസ് കാണണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കണ്ട കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ട് ഈ പടം മനസ്സിലാവും. ഇതേപോലെ പുതിയ പുതിയ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് Jabin Say ഫ്രം AXMR. പീസ് ഔട്ട്.